ഒരു മനുഷ്യൻ്റെ പിന്നിൽ പോയി കൈയ്യട്ടണമെങ്കിൽ ഒന്ന് നിസ്കരിച്ചാൽ പോരാ, ഓൻ എന്താ നോക്കണം. ഓൻ്റെ കൽബിൽ അള്ളി റസൂൽ ഉണ്ടാകണം. അള്ള ഉണ്ടാവില്ല, ആരുണ്ടാകാതെ റസൂലുണ്ടാവില്ല, റസൂലുണ്ടാകാതെ ഉണ്ടാവില്ല. ഒരു കാര്യത്തിന് വേണ്ടത് ആ കാര്യത്തിൻ്റെ തഅ്ലീമ. ഇത് മുസഹഫ. ഇതിന് നമ്മൾ ആദ്യം വേണ്ടത് ഓതൽ, രണ്ടാം കാര്യം. ഒന്നാം കാര്യം തഅ്ലീം ചെയ്യാം, വായിക്കാം. എൻ്റെ പേരിൽ മുസാഫ് പൊറുക്കുന്ന ആൾ ഞാൻ ഡൈനിങ് ടേബിൾ മുസാഫൊക്കെ നമ്മിക്കൂല. കുട്ടികളുണ്ടെല്ലാം മഗ്‌രിബിന് ശേഷം ഓതിയിട്ട് അവിടെ വെച്ചു, ഞാൻ അവിടുന്ന് പൊറുക്കും. അതിന് വെക്കുന്ന സാധനം ഉണ്ട്, അവിടെ കൊണ്ടുവയ്ക്കണം. കാരണം ചോറും കഞ്ഞിയും ചാറും വെക്കുന്ന സ്ഥലമാണ് എന്ത്, ഡൈനിങ് ടേബിൾ. മുസാഫൊക്കെ ഉള്ളതല്ല. ഇനി അവിടെ നിന്ന് ഖുർആൻ ഒരു കൂടെ ഓല, അതിനടിയിൽ ഒരു തലക്കേണയോ ഒരു നല്ല മുസല്ലയോ വിരിപ്പോ വിരിച്ച് ബഹുമാനിച്ച് അതിൻ്റെ മേലെ കൊണ്ടുവയ്ക്കണം. അതായത് ചോറ്റും പാത്രം വെക്കും പോലെ എന്ത് വെക്കരുത്, പറ ചോറ്റും പാത്രം വെക്കും പോലെ എന്ത് വെക്കരുത്, മുസാഫ് വെക്കരുതടാ. ചോറ്റും മാത്രമാണ് ഉണ്ടാച്ചാൽ മതി. മുസാഫ് വെക്കാം. മുസാഫ് പറഞ്ഞത് വാദ കലാമതിലേത്. ഞാൻ നിങ്ങളോട് ഉത്തരം പറയല്ല. ഞാൻ എൻ്റെ പരിയിൽ മുസാഫ് ഓർക്കണം പണി എനിക്ക്. അത് കൊണ്ട് വെച്ചിട്ടല്ല ഞാൻ കിടക്കൂല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നിസ്കാരക്കുപ്പായം, പെണ്ണുങ്ങളെ നിസ്കാരക്കുപ്പായം എൻ്റെ കാലിൻ്റെ ഭാഗത്തുണ്ടായിട്ട് ഉറങ്ങിയിട്ടില്ല. അത് തലൻ്റെ വരെ അവിടെ കൊണ്ടുവയ്ക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച പ്രത്യേക വസ്ത്രമാണ്. അയിമ്മൽ അല്ലാഹു തആല സ്വർഗ്ഗം തന്നെങ്കിലുണ്ട്. ഞാൻ നിസ്കാരക്കുപ്പായം, ഒരു മുസല്ല, അതിൻ്റെയൊക്കെ ബർക്കത്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല. ഒരു നിസ്കാരക്കുപ്പായം കാൽഭാഗത്ത് ചിലപ്പോൾ ഉണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് നിസ്കരിച്ചിട്ടൊരു പിന്നെ അവിടെ ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു കസേര ഉണ്ടാവും. എന്നിട്ട് അവിടെ ആണ് ചുരുട്ടി അവിടെ വെക്കും. അതെല്ലാം ഇപ്പം എല്ലാ അവസ്ഥ അങ്ങനെയാണ്. പോലും ഓതാനൊക്കെ ഉഷാറാണ്, പക്ഷെ ബഹുമാനം അറിയില്ല. ഞാൻ അവിടുന്ന് കണ്ണിൽ കണ്ടാൽ എടുക്കും. അവിടെ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ പൊടിപ്പത് വർത്താനം പറയും. എനിക്ക് എങ്ങനെ ധൈര്യം വന്ന് ഇവിടെ കിടക്കാൻ? അള്ളാഹ്ക്ക് വേണ്ടി കുമ്പിടാൻ വേണ്ടി പ്രത്യേക ഒരു വസ്ത്രമാണല്ലോ എന്ത്, അങ്ങനെ അത് തന്നെ. ഞാൻ സാധാരണ ഒരു വസ്ത്രത്തെ നിസ്കരിക്കാറില്ല. നിസ്കരിക്കാൻ വേറെ വസ്ത്രം എടുക്കും. അതാണ് അള്ളാഹു തആലക്ക് കുമ്പിടാൻ വേറെ വസ്ത്രം, നമുക്ക് നടക്കാനിരിക്കാനും വേറെ വസ്ത്രം. ഒരു മുസല്ല നമുക്ക് പറഞ്ഞ മനസ്സിലായില്ല. ഒരു മുസല്ല ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പണിയപ്പോൾ ഞാൻ ഈ പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഞാൻ ഇതൊക്കെ സ്ഥിരമായി ചെയ്യും. എനിക്ക് നിസ്കരിക്കാൻ 2 തുണി ഉണ്ടാവും, 3 തുണി ഉണ്ടാവും. ഒരു സ്ഥിരം എനിക്ക് വീട്ടിൽ ചെന്നാൽ 3 തുണി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും പോകാനും വരാനും ഒക്കെ ഒരു തുണി ഉണ്ടാവും. പിന്നെ കിടക്കാൻ വേറൊരു തുണി ഉണ്ടാവും. പിന്നെ നിസ്കരിക്കാൻ ദിക്റെല്ലാനും വേറൊരു തുണി ഉണ്ടാവും. ഇന്നിപ്പോൾ അതിനൊക്കെ നമുക്ക് കയ്യോല്ലേ, എത്ര തുണിയുണ്ട്. എന്താ അങ്ങനെയൊക്കെ ചെയ്താൽ അത് വേറെ മാറ്റി തന്നെ ചെയ്യും. എന്തുകൊണ്ട്? അത് അള്ളാഹ്ക്ക് കൊടുക്കുന്ന വസ്ത്രം വേറെ വസ്ത്രമാകണം. സാധാരണ അതിന് താഴെ ക്ലാസ്സിലെ വസ്ത്രം മതി, താഴെ ക്ലാസ്സിലെ വസ്ത്രം മതി. ഉറങ്ങുമ്പോൾ ഔറത്ത് മറയണം, അത്ര തന്നെ അത്ര മതി. അതേസമയത്ത് ആളുകളെ കാണാൻ ഒന്നും കൂടി ഭേദപ്പെട്ട വസ്ത്രമാണ്. അള്ളാഹുവിനെയും അള്ളാഹ്ക്കുള്ള ദിക്റും റസൂലുള്ളാഹിക്ക് സ്വലാത്തും ഇബാദത്തിന് വേണ്ടി ഇരിക്കുമ്പോഴും ആ വസ്ത്രം പറ്റൂല. ഇന്നിപ്പം 3 വസ്ത്രം 4 വസ്ത്രം 10 വസ്ത്രം ആക്കാനുള്ള നിഅമത്ത് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? എന്താ അങ്ങനെയൊക്കെ കാണിച്ചത്? ഒരു മുസല്ല കാലിൻ്റെ വീട്ടിലാക്കി ഉറങ്ങരുത്, ഈമാൻ നഷ്ടപ്പെടും. അള്ളാഹു കാക്കട്ടെ. കാരണം മുസല്ല പറഞ്ഞാൽ മുസല്ലയിൽ 2 വർഷം കഴിക്കരുത്. മുസല്ലയിൽ ഞാൻ ദാറുൽ ഖുർആനിൽ കർശനമായി പണ്ടേ പറയണതാണ്, മുസല്ലയിൽ 2 വർഷം കഴിക്കരുത്. കാരണം മുസല്ല ഉണ്ടാക്കിയത് എന്തിനല്ല? വർഷം കഴിക്കാനല്ല, അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാനാണ്. അതൊക്കെ എൻ്റെ നിയമങ്ങളാണ്, ദാറുൽ ഖുർആനിൽ എൻ്റെ നിയമം. ഇനി ഒരാൾ ഒരു മജ്‌ലിസിൽ ഇരിക്കും, മുസല്ലയിൽ ഞാൻ 2 വർഷം കേൾക്കില്ല, എനിക്ക് പേടിയാണ്. ഇനി ഒരാൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ മുസല്ല വിരിച്ചൂടെ? വിരിക്കാം, പക്ഷേ അവിടെ മക്കത്തെയോ മദീനയോ അടയാളം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ല? ആ മുസല്ലമ്മൽ 2 അടയാളം ഉണ്ടാകരുത്. മനസ്സിലായില്ല? മനസ്സിലായില്ല? എന്തടയാളം ഉണ്ടാകരുത്? മക്കയുടെ അടയാളോ മദീനയുടെ അടയാളോ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടയാളം ഉണ്ടാകരുത്. കാരണം അത് മുഅല്ലമാണ്, അതിൻ്റെ അടയാളം പോലും മുഅല്ലമാണ്. ഫോട്ടോ മുഅല്ലമാണ്. കഅബാലയം മുഅല്ലമാണെങ്കിൽ ഫോട്ടോ മുഅല്ലമല്ലേ? പറഞ്ഞ മനസ്സിലായില്ല? ബഹുമാനിക്കപ്പെട്ട സാധനമല്ലേ, മാറ്റമാക്കപ്പെട്ട സാധനമല്ലേ കഅബ? എങ്കിൽ എന്തും മാറ്റം തന്നെയാണ്.
കഅബയുടെ ചിത്രം അവിടെ ചവിട്ടരുത്. നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കാനാണത്. ഇത് ചോറ് തിന്നാനാണ് വിരിക്കുക, അവിടെ തിന്ന. അത്ര പേടിക്കേണ്ട വേറെ കാര്യമല്ല. ഇന്നിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ സർവ്വസാധാരണ നമ്മൾ താഴെയൊക്കെ വിരിച്ചാണ്ട് താഴെ വശമാണ് കഴിക്കും, സുന്നത്ത് അല്ല തന്നെ. പക്ഷെ എന്ത് വിരിക്കരുത്? മുസല്ല ഇരിക്കരുത്. മുസല്ല എനിക്ക് തിന്നാണ്ടാക്കിയതല്ല, മുസല്ല അള്ളാഹ്ക്ക് ബാത്തെടുക്കാൻ ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടത് അദബ ആണോ അല്ലേ? നിസ്കാരം നോൻപൊക്കെ ഉണ്ട്, എന്തില്ല? അദബ് എന്ന് പറഞ്ഞ സാധനമില്ല. എന്താണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, എന്താ അതൊക്കെ ശ്രദ്ധിച്ചാൽ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ മഹത്വമുണ്ട്. ആ മഹത്വം ഇതിപ്പോൾ ഒരു ബുക്കാണ് മനസ്സിലാക്കിയ പോലെ. ഇത് അള്ളാഹിൻ്റെ കലാമല്ലേ? ഇത് സാധാരണയാണോ? അള്ളാഹിൻ്റെ ഒരു കലാമല്ലേ? ഇതിപ്പോൾ എനിക്ക് പീടിയിൽ നിന്ന് പൈസ കൊടുത്താൽ കിട്ടും. ആ പൈസ ഈ ലോകം മുഴുവൻ കൂട്ടിയാൽ അതിൻ്റെ ഒരു ഹർഫിന് വില ഉണ്ടോ? മനസ്സിലാണ്ട് പറഞ്ഞത്. 19-ാം നൂറ്റാണ്ടിലാണ് ഖുർആൻ അച്ചടിക്കാൻ തുടങ്ങിയത്. ഖലീഫ സമ്മതിക്കൂല, ഖുർആൻ അച്ചടിക്കാൻ സമ്മതിക്കൂല. ഖുർആൻ എഴുതാനാ പറയാം. ലോകത്തെ അവസാനമായി അച്ചടിച്ച വേദഗ്രന്ഥം ഖുർആനാണ്. മനസ്സിലായില്ല? കേട്ടോളി. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചിട്ട് നൂറ്റാണ്ടുകൾ അച്ചടി യന്ത്രത്തിൽ മുസാഫ് അച്ചടിച്ചില്ല. മഖ്തൂത്താത്തായി ഹത്ത് കൊണ്ട് എഴുതുക അങ്ങനെ ഹത്താത്യങ്ങളുണ്ടായിരുന്നു ഓരോ നാട്ടിലും ഖുർആൻ എഴുതാൻ. വലിയ പൈസ കൊടുക്കണം എഴുതണം. കാരണം ഒരു മനുഷ്യനൊരു ഖുർആൻ എഴുതി 1 കൊല്ലോ 1.5 കൊല്ലം രാവും പകലും പണിയെടുത്താണ്ടാണ് ഒരു ഖുർആൻ മുസാഫ് എഴുതിൻ്റെ ഒക്കെ. അപ്പോൾ അതിന് വലിയ പൈസ കൊടുക്കണം. ഒരു നാട്ടിൽ ഏറ്റവും വിലയുള്ള സാധനം അക്കാലത്ത് ഖുർആനായിരുന്നു. ഇന്ന് നാട്ടിൽ തീരെ വിലയില്ലാത്ത സാധനം ഖുർആനാണ്. നിങ്ങളെന്തൊക്കെ മനസ്സിലാക്കാത്തത്? ഇന്ന് ഒരു വിലയില്ലല്ലോ. കാരണം ഉള്ള ടീ പോയിൻ്റ് അവിടെ ഇവിടെയൊക്കെ കിടക്കും. ഏത് കക്കൂസിക്ക് പോകുന്നിടത്തുള്ള തരിപ്പുമ്മലും എന്തുണ്ടാവും? മുസാഫ് ഉണ്ടാവും. നമ്മളൊക്കെ പോയാൽ ഒരു മുസാഫ് വെറുതെ കിട്ടും. വെറുതെ എങ്ങനെ കിട്ടും? 10 ഉംറക്ക് പോയാൽ 10 മുസാഫായി. ഹജ്ജിന് പോയവർക്ക് മുസാഫ് വെറുതെ, ഉംറക്ക് പോയാൽ മുസാഫ് വെറുതെ. മനസ്സിലാണ്ട് പറഞ്ഞപ്പോൾ വളരെ അങ്ങനെ ആയപ്പോൾ അതിന് വിലയില്ലാതെയായി. ഖലീഫ സമ്മതിച്ചില്ല, തുർക്കി ഖലീഫമാർ സമ്മതിച്ചില്ല മുസാഫ് അച്ചടിക്കാൻ. അവസാനം യൂറോപ്പിൽ ഒരു വലിയ ജനത ഇസ്ലാമിലേക്ക് വന്നു. അവർക്ക് ഖുർആൻ പഠിക്കണം, അറബി പഠിക്കണം. അതൊക്കെ അവർ വേഗം പഠിച്ചു. പിന്നെ ഓതാൻ നോക്കുമ്പോൾ മുസാഫ് കിട്ടാനില്ല. അപ്പോഴാണ് തുർക്കി ഖലീഫ എന്ത് ചെയ്തത്? മുസാഫ് അച്ചടിച്ചോളൂ എന്ന് പറഞ്ഞ 19-ാം നൂറ്റാണ്ടിലാണ്. അതുവരെ മുസ്ലിമീങ്ങൾ ഖുർആൻ അച്ചടിച്ചില്ല. അതിൻ്റെ മുമ്പ് യൂറോപ്യന്മാരായ ചില ആളുകൾ മുസാഫ് അച്ചടിച്ചിട്ട് മൊറോക്കോയിലേക്ക് വിൽക്കാൻ കൊണ്ടുപോയിട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഒറ്റ മുസാഫ് വിറ്റില്ല, തിരിച്ചുകൊണ്ട്. അത് ഞങ്ങൾ വാങ്ങൂലായിരുന്നു. മനസ്സിലായില്ല? മനസ്സിലായില്ല? ലോകത്താദ്യമായി ഖുർആൻ അച്ചടിച്ച മുസ്ലിമീങ്ങളും അല്ല. മനസ്സിലാണ്ട് പറയുന്നത് യൂറോപ്യന്മാരാണ്. ആദ്യം അതൊന്നും ഞാൻ പറയുന്നില്ല. യൂറോപ്യന്മാരാണ് മുസാഫ് അച്ചടിച്ച്, മുസ്ലിങ്ങളല്ല. എന്നിട്ട് അത് വിൽക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ വലിയ ഇഷ്ടപ്പെട്ട സാധനമാണെന്ന് ഇവർക്കറിയാം യൂറോപ്യന്മാർക്ക്. അപ്പോൾ ഒരു കച്ചവട ചരക്ക് എന്ന നിലയിൽ അവരത് മൊറോക്കോയിൽ കൊണ്ടുവന്നു. മൊറോക്കോയിൽ കൊണ്ടുവന്നിട്ട് അവർ വിൽപ്പന നടത്താൻ മാർക്കറ്റിൽ വെച്ചിട്ട് വൈകുന്നേരം വരെ വെച്ചിട്ട് ഒരു മുസാഫ് ആരും വാങ്ങിയില്ല. എന്തുകൊണ്ട്? ആ മുസാഫിൽക്ക് ഇഷ്ടമല്ലേ. മുസാഫ് എഴുതൽ ഖത്താത്തിങ്ങളാണ്, ഇങ്ങനെ എഴുതും. അപ്പോൾ ഒരു കൊല്ലത്തെ ഒരു മനുഷ്യൻ്റെ ദിവസക്കൂലി കൂട്ടി കൊടുക്കണം. എന്തിന്? മുസാഫിന് ഭയങ്കര വിലയാണ്. അതിന് വലിയാണ്. ഒരു വീട്ടിലൊരാൾ കയ്യാൻ കാത്തിരിക്കും അടുത്ത ആൾ ഓതാൻ. ഇന്നിപ്പോൾ ആരും ഓതൂല, കാരണം ഇഷ്ടംപോലെ എന്തുണ്ട്. ഇപ്പം മുസാഫിന് ഊഴം വെക്കും അക്കാലത്ത് വീടുകളിൽ. എനിക്ക് എത്ര മണിക്ക്, നിങ്ങൾക്ക് എത്ര മണിക്ക്, മറ്റെത്ര മണിക്ക്. ഇപ്പോൾ അവിടെ ഓത്തൽ കഴിഞ്ഞാൽ മറ്റൊന്ന് പറയും, വേണമെങ്കിൽ ഓതിക്കോ. ഒരു വീട്ടിൽ മുസാഫ് ഉണ്ടെങ്കിൽ അടുത്ത വീട്ടുകാർ വന്ന് കാത്തിരിക്കും. ഓലെ ഓത്ത് കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് അടുത്ത വീട്ടിൽ ഓതാൻ കാത്തങ്ങനെ ഇറയത്തിക്കും. ഒരു മുസാഫ് ഓതി കഴിഞ്ഞ് കൊണ്ടുപോകാൻ. കാരണം മുസാഫ് നാട്ടിലില്ല, എഴുത്താരെഴുതണം. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നമ്മളെ വീടുകളിൽ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് എന്ത്? പക്ഷെ ഒരു വിലയാനില്ല. എന്ത് വിലയുള്ളത്? അതുകൊണ്ട് തന്നെ നമുക്കത് നഷ്ടപ്പെട്ടു. ഒരു സാധനത്തിന് ആദ്യം ചെയ്യേണ്ടത് തഅ്ലീമാണ്. മനസ്സിലായി? തഅ്ലീം, മഹത്വവൽക്കരിക്കുക.